SIR വഴി BJP അട്ടിമറികൾ നടത്തുന്നു എന്നുള്ളതിന് പുതിയ തെളിവുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സംസ്ഥാനങ്ങളിൽ BJPക്ക് പിടിമുറുക്കുവാൻ ന്യൂനപക്ഷ വിഭാഗങ്ങളെയും BJP വിരുദ്ധർ എന്നറിയപ്പെടുന്നവരെയുമൊക്കെ വോട്ടർ പട്ടികയിൽ നിന്നും എടുത്തു കളയുന്ന ഒരു രീതി BJP നടപ്പിലാക്കുന്നുണ്ട് എന്നുള്ള പ്രതിപക്ഷ ആരോപണം ശരിവെക്കും വിധമാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അകമഴിഞ്ഞ പിന്തുണയുമുണ്ട് എന്നുള്ളത് ഭയപ്പെടുത്തുന്ന ഒന്നാണ്. ഇപ്പോൾ കള്ളക്കളി കയ്യോടെ പിടികൂടിയിരിക്കുന്നത് അങ്ങ് മധ്യപ്രദേശിലാണ്. BJPയുടെ ഭരണമാണ് അവിടെയെങ്കിലും കോൺഗ്രസിനും അത്യാവശ്യം നല്ല സ്വാധീനമുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് മധ്യപ്രദേശ്. എന്നാൽ പ്രതിപക്ഷത്തെ പൂർണ്ണമായും തുടച്ചു നീക്കുവാനുള്ള ശ്രമമാണ് അവിടെ നടക്കുന്നത്. മധ്യപ്രദേശിൽ SIRന് വേണ്ടി നിയമിച്ച ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ സഹായികളായി RSS BJP പ്രവർത്തകരെയാണ് നിയമിച്ചിരിക്കുന്നത്. ഈ വിഷയം വിവാദമായപ്പോൾ ജില്ലാ കളക്ടർ മാപ്പ് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. ഇത്തരത്തിൽ BJPയുടെ ആൾക്കാരെ നിയമിച്ച സംഭവത്തിൽ തെറ്റുപറ്റിയെന്ന് തുറന്നു പറയുകയാണ് ദാദിയ ജില്ലാ കളക്ടർ. വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണത്തിൽ മധ്യപ്രദേശിലെ ഭരണകക്ഷിയായ BJP കൈകടത്തുന്നുണ്ടെന്ന് പ്രതിപക്ഷം ആരോപിച്ചിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഈ ഒരു സംഭവത്തിൽ തെറ്റുപറ്റിയെന്ന് ജില്ലാ കളക്ടർ പ്രതികരിക്കുന്നത്. കൂടാതെ വിവാദമായ പേരുകൾ BLO സഹായികളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യുവാനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. രാഷ്ട്രീയ ബന്ധമുള്ള 3 പേരെ BLO അസിസ്റ്റന്റുമാരുടെ പട്ടികയിൽ തെറ്റായി ഉൾപ്പെടുത്തിയതായി ദാദിയ കളക്ടർ സ്വപ്നിൽ വാങ്കഡെ സമ്മതിക്കുകയായിരുന്നു. എന്നാൽ ഈ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത് താനല്ലെന്നും ദാദിയ നിയമസഭയിലെ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ആണെന്നും അദ്ദേഹം പറഞ്ഞ് കൈയൊഴിയുകയാണ്. 3 പേരുകളാണ് തെറ്റായി ഉൾപ്പെടുത്തിയത്, അത് ഒഴിവാക്കുകയാണ്. വിവിധ വകുപ്പുകൾ അസിസ്റ്റന്റുമാർക്കായി പേരുകൾ അയച്ചിരുന്നു. 3 എണ്ണം അബദ്ധത്തിൽ ചേർത്തുപോയി. ദുരുദ്ദേശത്തോടെ ആയിരുന്നില്ല ഈ നടപടിയെന്നും സംഭവത്തിൽ വിശദീകരണം തേടിയിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു ജില്ലാ കളക്ടർ ഈ വിഷയത്തിൽ മറുപടി നൽകിയത്. ജില്ലാ കളക്ടർ തയ്യാറാക്കിയ ഔദ്യോഗിക പട്ടികയിൽ BJP RSS പ്രവർത്തകർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ സോഷ്യൽ മീഡിയ വഴി മധ്യപ്രദേശിലെ കോൺഗ്രസ് നേതാവായ ജിത്തു പട്വാരി പുറത്തുവിട്ടിരുന്നു. അതിനു പിന്നാലെയാണ് സംഭവത്തിൽ വലിയ വിവാദം ഉയർന്നു വന്നത്. പട്ടികയിൽ 4-ൽ കൂടുതൽ പേർ BJP അംഗങ്ങളോ അല്ലെങ്കിൽ ഭാരവാഹികളോ ആണെന്ന് പട്വാരി പറഞ്ഞിരുന്നു. SIR പോലുള്ള ഭരണഘടനാ പ്രവർത്തനം പോലും രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യുകയാണ് BJP ഭരണകൂടം. അധികാരത്തിലിരിക്കുന്ന പാർട്ടി എല്ലാ സ്ഥാപനങ്ങളെയും സ്വന്തം കാൽക്കീഴിലാക്കാൻ ശ്രമിച്ചാൽ ജനാധിപത്യം ദുർബലപ്പെടും. എല്ലാ നെറികേടുകൾക്കും പ്രതികരിക്കാതെ നോക്കി നിൽക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇപ്പോൾ രാജ്യത്തുള്ളത്. അതും ജനാധിപത്യത്തിന് ഭീഷണിയാണ്. യഥാർത്ഥത്തിൽ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടുന്ന ഒരു പാനലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നതിൽ വേണ്ടത്. എന്നാൽ ഇവിടെ ഏകപക്ഷീയമായി BJP പ്രവർത്തിക്കുകയാണ്. കമ്മീഷനെ തെരഞ്ഞെടുക്കുന്ന പാനലിൽ ആകെ 3 പേരാണ്. അതിൽ 2 പേർ BJP, ഒരാൾ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ കോൺഗ്രസും. പിന്നെ എങ്ങനെയാണ് ഇവിടെ ജനാധിപത്യം ഉണ്ടാവുന്നത്? പ്രതിപക്ഷം എന്ത് നിലപാടെടുത്താലും അത് വോട്ടിങ്ങിൽ പരാജയപ്പെടുത്തുവാനുള്ള അംഗബലം പല വഴികളിലൂടെ BJP ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അത് പൊളിച്ചെഴുതാതെ ജനാധിപത്യം രാജ്യത്ത് തിരികെ കൊണ്ടുവരാൻ സാധിക്കില്ല.